ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പ്രോപ്പറായിട്ടുള്ള ഒരു ആയുർവേദിക് ഓയിൽ എങ്ങനെയാണ് തയ്യാറാക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് എൻ്റെ അമ്മുമ്മ ഉണ്ടായിരുന്ന ടൈം തൊട്ട് തന്നെ ചെയ്തു വരുന്ന ഒരു രീതിയാണിത്. ഈ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യുക അങ്ങനെയൊന്നുമില്ല. സെയിം ഇൻഗ്രീഡിയൻസ് ആണ് പല വർഷങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ. ഇത് ആക്ച്വലി ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഓയിലിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മൂന്ന് സാധനങ്ങളേ ഉള്ളൂ. അതാണ് ഒന്ന് പനിക്കൂർക്ക, ബ്രഹ്മി, തുളസി. ഈ 3 സാധനം ഇല്ലാണ്ട് ഒരു എണ്ണയും കാച്ചലില്ല നമ്മുടെ വീട്ടിൽ. അപ്പം ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബേസ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ കണക്കും ലിസ്റ്റും കംപ്ലീറ്റ്ലി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളതൊന്ന് റെഫർ ചെയ്ത് നോക്കുക. അപ്പം ഈ ഒരു ഓയിലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പച്ചിലകൾ വേണം യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ബ്രഹ്മി ആണെങ്കിലും ഫ്രഷായിട്ട് പുറത്തുനിന്ന് നമ്മൾ അങ്ങാടിക്കടയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്രഷായിട്ട് പൊട്ടിച്ചെടുത്ത് ഫ്രഷായിട്ട് തന്നെ അരച്ചെടുക്കുക. എന്നിട്ട് അരച്ചെടുത്ത് അപ്പം തന്നെ നമ്മൾ എണ്ണ കാച്ചിയെടുക്കുക. അതിൻ്റെയൊക്കെ ഗുണമേന്മകൾ ഭയങ്കര അധികമായിരിക്കും എപ്പോഴും. അപ്പോൾ നമ്മൾ തുളസി ആണെങ്കിലും പനിക്കൂർക്കയാണെങ്കിലും ഒക്കെ നമ്മുടെ ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു ചെടികളാണ് ഇതൊക്കെ. അപ്പോൾ ഫ്രഷായിട്ട് തന്നെ പൊട്ടിച്ചെടുത്ത് അപ്പം തന്നെ അരച്ച് അപ്പം തന്നെ എണ്ണ ഉണ്ടാക്കുന്നതിൻ്റെ മൂല്യം എപ്പോഴും അധികം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി ഈ ഉണക്കിയെടുത്ത പൗഡറുകൾ യൂസ് ചെയ്യുന്നതിന് പകരം ഫ്രഷായിട്ടുള്ള പച്ചിലകൾ യൂസ് ചെയ്ത് അരച്ചെടുത്ത എണ്ണ കാച്ചുക. അതിനെപ്പോഴും നല്ല ഗുണമായിരിക്കും. അത് നമ്മുടെ മുടിക്കായാലും നമ്മുടെ സ്കാൽപ്പിൻ്റെ ആരോഗ്യത്തിനാണെങ്കിലും വളരെയധികം നല്ലതാണ്. അതിൻ്റെ ഒറിജിനലായിട്ടുള്ള ഫോമിൽ നമ്മളത് എപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഈ തുളസിയൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഫ്രഷായിട്ട് പൊട്ടിച്ചെടുത്ത് അപ്പം തന്നെ ഒരു 2 പ്രാവശ്യം നല്ലപോലെ കഴുകി എടുത്തതിന് ശേഷം ഡയറക്റ്റായിട്ട് അരച്ചിട്ടാണ് നമ്മളങ്ങനെ ഒരു ഓർഗാനിക് ഫോമിൽ വളരെയധികം അതിൻ്റെ ഒറിജിനൽ ഫോമിൽ തന്നെ നമ്മളത് റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പോഴും നല്ല എഫക്റ്റ് ആയിരിക്കും. നമ്മുടെ മുടിക്കായാലും സ്കാൽപ്പിനാണെങ്കിലും നല്ല എഫക്റ്റ് തരും അത്. ഈ ഒരു അരപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിത് എല്ലാ പച്ചിലകളാവട്ടെ നെല്ലിക്കയാവട്ടെ എല്ലാം അരച്ചെടുക്കുന്നത് നമ്മൾ അലോവേറ ജ്യൂസ് ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. വെള്ളം ഒരു തരി പോലും നമ്മളിതിൽ ഉപയോഗിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. നമ്മൾക്ക് അലോവേറ അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ അരച്ചെടുത്ത് ഇങ്ങനെ മാറ്റി വെക്കുക. നല്ല വെള്ളം പോലെ കിട്ടൂല നമുക്ക് അതിൻ്റെ ജെല്ല്. അപ്പം അത് വെച്ചിട്ട് വേണം നമ്മൾ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അരച്ചെടുക്കാനായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യം തന്നെയില്ല. അപ്പോൾ അതിൻ്റെ നമ്മൾ വെള്ളം തൊടിയിക്കാണ്ട് നമ്മൾ ഈ അലോവേറ ഒഴിച്ചിട്ട് അരച്ചെടുക്കുമ്പോൾ എന്നിട്ട് വെച്ചാൽ മോയ്സ്ചർ അതിൽ നല്ലപോലെ ഉണ്ടാവും. നല്ല ഗുണമേന്മയുള്ള ഒരു എണ്ണ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ. ഇതിലെല്ലാവിധ ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നെല്ലിക്കയാവട്ടെ, കരിവേപ്പിലയാവട്ടെ, പനിക്കൂർക്ക, തുളസി ആവട്ടെ, ബ്രഹ്മിയാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ചെത്തിപ്പൂവാവട്ടെ, പിന്നെ ഉള്ളി, സവാള കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഉണ്ടാക്കുന്ന എണ്ണയിൽ എപ്പോഴും 3 സാധനങ്ങളാണ് കൂടി നിൽക്കുക. അതാണ് ഒന്ന് പനിക്കൂർക്ക, തുളസി, ബ്രഹ്മി. ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉണ്ടാക്കുന്ന എണ്ണയിൽ. എല്ലാം നല്ലപോലെ അരച്ചെടുത്ത് ഫ്രഷായിട്ട് തന്നെ നമ്മൾ അപ്പം തന്നെ ഈ അരപ്പ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ നല്ലപോലെ എണ്ണ കാച്ചിയെടുക്കണം. സമയം എടുത്താലാണെങ്കിലും പതിയാണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ നമ്മുടെ ഓയിലൂടെ നല്ലപോലെ റെഡിയായിട്ട് കുപ്പിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു ദിവസം കംപ്ലീറ്റ് ഞാൻ ഊറാൻ വേണ്ടി മാറ്റി വെച്ചേക്കായിരുന്നു. നമ്മൾ തിളപ്പിക്കാനെടുത്ത പാത്രത്തിൽ നിന്ന് ഊറാൻ വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം ഇന്നാണ് കുപ്പിയിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റി കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾക്കത് ഒഴിച്ച് കാണിച്ചു തരാം. അതിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റണം. നല്ല പച്ച കളറിലെ എണ്ണയാണ് ഇത് ഫോമായി വന്നിരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്ത പച്ചിലകളുടെ മൈലാഞ്ചിയും തുളസിയൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന അതിൻ്റെ കളറാണ് ഈ ഒരു ഓയിലിന് കിട്ടിയിരിക്കുന്നത്. വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു ഓയിലാണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എപ്പോഴാണ് ഇത് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ആ സമയം നമ്മളൊരു പാനോ അല്ലെങ്കിൽ ചെറിയ പാത്രത്തിൽ ഇത് ഒഴിച്ചു കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് ചെറിയ ചൂടാവാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് 1 അവർ നമ്മൾ ഇത് വിട്ട് കളയുക സ്കാൽപ്പിൽ അങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഷാംപൂ വാഷ് ചെയ്യുക. വളരെയധികം എഫക്റ്റീവായിട്ടുള്ളൊരു ഓയിലാണിത്. സോ ഡു ട്രൈ ഇറ്റ് ഔട്ട്. ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ടു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടിൽ നെക്സ്റ്റ് ടൈം. ബൈ.